ഹായ്. നമ്മളിന്ന് വന്നേക്കുന്നത് ഈ കാണുന്ന കൊച്ചിൻ ചിൽഡ്രൻസ് സയൻസ് പാർക്കിലോട്ടാണ് കേട്ടോ. ഇതിപ്പോ ഒന്ന് പുതുക്കി പണിതിട്ടുണ്ട്. ഞങ്ങൾ ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം വന്നപ്പോൾ അന്ന് ഇതിന്റെ ഇനാഗുറേഷന്റെ പുതിയ വർക്ക് നടക്കുകയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അന്ന് തിരിച്ചു പോയിട്ടോ. ഇപ്പൊ അത് കഴിഞ്ഞ് 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നല്ല തിരക്കായിരുന്നു. മിക്ക ദിവസം ഞങ്ങൾ ഇത് വരണം എന്ന് വിചാരിക്കുമ്പോഴൊക്കെ ഇവിടെ നല്ല തിരക്കായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ കയറാറില്ല. അപ്പൊ ഇന്ന് കുറച്ച് നേരത്തെ തന്നെ ഞങ്ങൾ വന്നു ട്ടോ. ഇന്നൊരു ഞായറാഴ്ചയാണ്. അപ്പോൾ കുറച്ച് നേരത്തെ തന്നെ ഞങ്ങൾ വന്നിട്ടുണ്ട്. ഇവിടെ തുറക്കുന്ന ടൈം വീക്ക് അതായത് ഈ ഇതുപോലത്തെ ശനി ഞായർ ദിവസങ്ങളിലൊക്കെ 3 മണി 4 മണിയൊക്കെ ആകുമ്പോഴത്തേന് തുറക്കും ട്ടോ. രാത്രി ഒരു 10 മണി വരെ ഉണ്ടാവും. അല്ലാത്ത ദിവസങ്ങളിൽ ഇവിടെ ഒരു 4 മണിക്ക് തുറന്ന് വൈകിട്ട് ഒരു 9 മണി രാത്രി 9 മണി വരെ ഉണ്ടാവുന്നത്. തിങ്കളാഴ്ച ഇവിടെ അവധിയാണ് കേട്ടോ. തിങ്കളാഴ്ച ആരും ഇങ്ങോട്ട് വരരുത്. തിങ്കളാഴ്ച ഇവർക്ക് അവധിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ റൈഡിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ കേട്ടോ. ഇങ്ങോട്ട് കയറാൻ 20 രൂപ ചാർജേ ഉള്ളൂ. ഒരാൾക്ക് 20 രൂപ ചാർജാണ്. കയറി കഴിഞ്ഞാൽ തന്നെ ഇതുപോലെ നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ ഇതിന്റെയൊക്കെ ഫലകവും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ ഒരുപാട് പുതിയ റൈഡുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. 29 പുതിയ റൈഡ് ആരംഭിച്ചിട്ടുണ്ടെന്നാണ് ഇവർ പറയുന്നത്. അതിൽ ഒന്നാണ് സിപ്പ് റൈഡിങ്, അതുപോലെ സ്കൈ സൈക്കിൾ, അങ്ങനെ അതുപോലെ ട്യൂബ്, നമ്മളെ വെള്ളത്തിലെ ട്യൂബ് ഇട്ട് അതിലൂടെയുള്ളത്, പിന്നെ കുറെ പെഡൽ ബോട്ട്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഞങ്ങൾ പെഡൽ ബോട്ടിലൊന്നും ഇപ്പൊ കയറിയില്ല. കാരണം ആദ്യം ഇവരെ ഒന്ന് കുറച്ചേരം ഒന്ന് ഇതാക്കി കൊടുക്കാച്ചിട്ട്. കാരണം അവന് വന്ന് ഗേറ്റിന്റെ അവിടെ ഇറങ്ങിയപ്പോൾ തുടങ്ങിയ ചാടിക്കളിയാണ്. അതിൽ കയറണം ഇതിൽ കയറണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആദ്യം അവനെ അത് കൊണ്ടുപോയി കയറ്റാൻ വിചാരിച്ചു. ഇത് നമ്മുടെ ഈ ലൈറ്റിന്റെ ആണ് കേട്ടോ. ഈ വാട്ടർ മ്യൂസിക് ഉണ്ടല്ലോ, അതിന്റെ 7 മണിക്കും 8 മണിക്കാണ് രാത്രി ഷോ ഉള്ളത്. അപ്പൊ ഞങ്ങളിത് വന്നേക്കുന്ന നിങ്ങളൊരു 3-3:15 ഇവിടെ എത്തിയിട്ടുണ്ട്. കാരണം വൈകിട്ടായി കഴിഞ്ഞാൽ നല്ല തിരക്കാണ്. ഇപ്പൊ ആദ്യത്തെ പോലെയല്ല. ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ 5-6 കാറ് ഫാമിലി ആയിട്ട് ഇവിടെ വരുന്നത്. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ അവിടെ 5 500 കാറും 600 ബൈക്കും ഇവിടെ വരുന്നുണ്ട്. അത്രയും തിരക്കാണ് കേട്ടോ. ഇതിനൊക്കെ സെപ്പറേറ്റ് പൈസ കൊടുക്കണേ. ഈ കാണുന്നതിന് സെപ്പറേറ്റ് നമ്മൾ 80 രൂപ 50 രൂപ അങ്ങനെ കുറെ എക്സ്ട്രാ ചാർജ് കൊടുക്കണം കേട്ടോ. നമുക്ക് ഇതിൽ കയറാൻ മാത്രമാണ് 20 രൂപ ചാർജ് വരുന്നത്. ഇത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഇതുപോലുള്ള റൈഡുകൾക്കൊക്കെ നമ്മൾ 50 രൂപ 80 രൂപ ആ റേറ്റിലാണ് കൊടുക്കേണ്ടത്. പിന്നെ ബാക്കിയുള്ള കൊച്ചു കൊച്ചി ഊഞ്ഞാല്, അതുപോലെ ഈ താഴോട്ട് ഉരുസി ഇറങ്ങുന്നത്, അതുപോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കയറുന്നത്, അങ്ങനെ കൊച്ചു കൊച്ചു സംഭവങ്ങളൊക്കെ ഫ്രീ ആണ്. ബാക്കി ഇതുപോലുള്ള ട്രെയിന്, അപ്പൊ നിങ്ങൾ കണ്ട ട്യൂബിന്റെ ഇത് ഐറ്റംസിനൊക്കെ എക്സ്ട്രാ നമ്മൾ ക്യാഷ് കൊടുക്കണം. അതുപോലെ തന്നെ ഇവിടെ കോംബോ ഓഫർ ഉണ്ട് കേട്ടോ. ഈ ട്രെയിൻ ഇപ്പൊ ഇതിന്റെ തൊട്ട് മുമ്പ് നിങ്ങൾ കണ്ടില്ലേ, ആ റൈഡ്, ഈ ട്രെയിൻ റൈഡ്, പിന്നെ അതുപോലെ ബാറ്ററി കാർ യൂസ് ചെയ്യുന്നത്, പിന്നെ ജസ്റ്റ് നമുക്ക് ഈ ചെറിയ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. അതിൽ മറ്റേ കൈ കൊണ്ട് തിരിക്കുന്ന പെഡൽ ബോട്ട്, ആ ബോട്ട് ഉണ്ട്. കൊച്ചുങ്ങൾക്കുള്ളതാണ്. ഈ 4 കൂടി 200 രൂപയുടെ ഒരു കോംബോ വരുന്നുണ്ട്. അതല്ലാതെ അതിൽ കൂടെ 2 കൂടി അഡീഷണൽ ആയിട്ടുള്ള ഒരു 6 ഇത് യൂസ് ചെയ്യുന്നതിന്റെ ഒരു 500 രൂപയുടെ കോംബോ വരുന്നുണ്ട്. പിന്നെ എല്ലാം പാടെ ഇവിടെയുള്ള എല്ലാം ഇതുപോലെ ചില്ലറ എല്ലാം കൂടി യൂസ് ചെയ്യുന്ന 950 രൂപയുടെ കോംബോ വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ഏത് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഞാൻ ഇവനിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ 200 രൂപയുടെ കോംബോ ആണ് എടുത്ത് ഈ നാലെണ്ണത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി. ബാക്കിയുള്ള എല്ലാം ഇതുപോലെ നിങ്ങൾ ആ സൈഡിൽ കൂടെ കാണുന്ന എല്ലാം ഫ്രീ ആണ്. ഇത് ഇങ്ങനെയുള്ള കുറച്ച് ഐറ്റംസുകളാണ് ഇതിൽ ക്യാഷ് കൊടുക്കേണ്ടുള്ളൂ കേട്ടോ. അതിൽ ഇത് നല്ലതാണെന്ന് നിങ്ങൾ എന്തായാലും വന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഇതിൽ വലിയവർക്കും ചെറിയവർക്കും ആർക്ക് വേണമെങ്കിലും കയറാം. പക്ഷെ അവര് 1-2 ആളുണ്ടെങ്കിൽ അവർ വണ്ടി പോകത്തില്ല. ഞങ്ങളവിടെ 1 മണിക്കൂറോളം ഞങ്ങൾ ഇതിലൊക്കെ കയറിയിട്ടും ആരും വരുന്നില്ല. കാരണം ഞങ്ങൾ 3:15 അവിടെ ചെന്ന്. അതുകൊണ്ട് ആരും ആ സമയത്ത് വെയിലാവുകൊണ്ട് ആരും ആ സമയത്ത് വരത്തില്ല. ഞങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ തിരക്കുണ്ടാവും ഞങ്ങൾക്ക് അറിഞ്ഞുകൊണ്ടാണ് കുറച്ച് നേരത്തെ വന്നത്. അപ്പൊ നോക്കുമ്പോൾ ആരും ട്രെയിനിൽ ടിക്കറ്റ് എടുത്ത് ആരും വരുന്നില്ല. ലാസ്റ്റ് ഞങ്ങൾ പറഞ്ഞ് അവര് 2 പേർക്ക് വേണ്ടിയിട്ട് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞ് നേരെ ദേ ഈ പെടലിന്തു അതിൽ പെട്ടതാണ്. 4 എണ്ണത്തിന് 4 റൈഡിനാണ് 200 രൂപയുടെ കോംബോ കൊടുത്തേക്കുന്നത്. ഇതും അതിൽ പെട്ട തന്നെയാണ് കേട്ടോ. അത് 5 മിനിറ്റ് ആണ് അവർ സമയം പറയുന്നത്. അവർ തിരക്കൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല. 5-10 മിനിറ്റ് ഒക്കെ അതിൽ അവർക്ക് കൊച്ചുങ്ങൾക്ക് മതിയാവുന്ന വരെ അതിൽ കളിക്കാം കേട്ടോ. തിരക്കുള്ള സമയത്തൊക്കെ അവർ 5 മിനിറ്റ് കഴിഞ്ഞ് അവർ കയറ്റും. ഇപ്പൊ ആളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവൻ എത്ര വേണമെങ്കിലും കളിക്കാൻ കുഴപ്പമൊന്നുമില്ല. അതൊരു 3-3:15 വന്ന് അങ്ങനെ ആയിരിക്കും. ആളൊന്നും അധികം ഉണ്ടാകത്തില്ല. കാരണം വെയിലാണ്. അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്ന് നിറയും ജനം. ഇപ്പൊ പഴയ പോലെ അല്ല കേട്ടോ. അത് കഴിഞ്ഞത് ഇതുപോലെ ഓരോ കൊച്ചു കൊച്ചു റൈഡുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഫ്രീ ആണ് കേട്ടോ. ഇതിലൊന്നും നമുക്ക് എക്സ്ട്രാ പേയ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ല. ഇതുപോലത്തെ ഒത്തിരി ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു 100ന്റെ അടുത്ത് ഐറ്റംസുകൾ ഇതുപോലത്തെ കൊച്ചു കൊച്ചു സംഭവങ്ങളുണ്ട്. അതിലെല്ലാം കയറാം കേട്ടോ. അതൊക്കെ ഫ്രീ ആണ്. ഇപ്പൊ നിങ്ങൾ കണ്ട ട്രെയിൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ്. അതുപോലെ 8D സിനിമാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വേറൊരു ലെവലായിരുന്നു. അതിൽ ഞങ്ങൾ കയറിയിട്ടുണ്ട്. അതിനും ഒരാൾക്ക് 80 രൂപ 50 രൂപയൊക്കെയാണ് ചാർജ് വരുന്നത്. ഇത് കാർ, ബാറ്ററി കാറിന്റെ ആണ്. ഇതിൽ നമ്മൾ ആ കോംബോയിൽ ഉൾപ്പെട്ടതാണ് കേട്ടോ. 200 രൂപയുടെ കോംബോയിൽ ഉൾപ്പെട്ടതാണ് ഇതും ജസ്റ്റ് ഒരു റൈഡ് ഇതുപോലെ ഒന്ന് ചുറ്റി വരും. അവനെ കയറ്റിയിട്ട് അവന് സ്വയം ഓടിക്കാൻ കൊടുക്കത്തില്ല. അവർ റിമോട്ട് കൺട്രോൾ ചെയ്തിട്ട് അവന്റെ കൂടെ പിന്നാലെ പോവും. അവരും പിന്നാലെ പോവും. അങ്ങനെ ഒരു റൗണ്ട് അപ്പുറത്ത് കൂടെ ഒന്ന് റൗണ്ട് ഇട്ടിട്ട് ഒരു 100-200 മീറ്റർ ഒന്ന് ഇതുപോലെ ചുറ്റി തിരിച്ചു വന്ന് അവിടെ തന്നെ കൊടുന്ന് നിർത്തും. അവർക്കൊരു ഇതാവും, ഒരു എൻജോയ്മെന്റ് ആവും കൊച്ചുങ്ങൾക്ക്. അത്രേ ഉള്ളൂ. അവിടെ 2 വണ്ടിയേ ഉള്ളൂ കേട്ടോ. വേറെ വണ്ടികളൊന്നും അവിടെ കണ്ടില്ല. പിന്നെ അത് കഴിഞ്ഞത് ഇതും ആ കോംബോയിൽ പെട്ടതാണ്. ഇങ്ങനെ 4 റൈഡാണ് ആ കോംബോയിൽ വരുന്നത് കേട്ടോ. 200 രൂപയുടെ കോംബോയിൽ വരുന്നതാണ്. കാറ്, ഇതുപോലെ ഈ ജമ്പിങ്, പിന്നെ നിങ്ങളിത് തൊട്ട് മുമ്പ് കണ്ട 2-3 റൈഡും കൂടി, അങ്ങനെ 4-5 റൈഡാണ് 200 രൂപയുടെ കോംബോയിൽ വരുന്നത് കേട്ടോ. ഇത് തിരക്കില്ലാത്ത സമയത്താണെങ്കിൽ നമുക്ക് ഇതാണ് കേട്ടോ ടിക്കറ്റ് വരുന്നത്. 4 റൈഡ് വരുന്ന ടിക്കറ്റ് ഇതാണ്. പിന്നെ അതിന്റെ താഴെ വരുന്നത് നമുക്ക് ഇങ്ങോട്ട് കയറിയ പാസ്സാണ്. അതായത് ഒരാൾക്ക് ഇതിന്റെ എൻട്രി ഫീസ് വരുന്ന ഒരാൾക്ക് 20 രൂപയാണ് ചാർജ് വരുന്നത്. അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഇതുപോലുള്ള ഐറ്റംസ് ഒക്കെ എല്ലാവർക്കും ഫ്രീ ആണ്.
ആർക്കും വേണമെങ്കിലും നമുക്ക് അതുപോലെ കൊച്ചുങ്ങൾക്ക് ഉപയോഗിക്കുന്ന കൊച്ചുങ്ങൾക്ക് വലിയവർക്ക് ഉപയോഗിക്കുന്ന കുറച്ച് ഊഞ്ഞാലുകൾ ഇതുപോലെ ഉണ്ട്. അതൊക്കെ വലിയവർക്ക് ഉള്ളൂ, അല്ലാതെ വലിയവർക്ക് വലിയ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ ബാക്കിയുള്ള എല്ലാം ഇവിടെ കിടക്കുന്നത്. ഇവിടെ മൊത്തം തിരക്കായിരുന്നു. കാരണം ഇവിടെയാണ് വലിയവരുടെ എല്ലാം കിടക്കുന്നത്. ബലൂണും കാര്യങ്ങളും എല്ലാം ഇവിടെയാണ്. ബോട്ടും കയാക്കിങ്ങും ഒക്കെ ഉണ്ട് കേട്ടോ. ഒക്കെ ഇതെല്ലാം ഇപ്പൊ പുതിയത് തുടങ്ങിയതാണ്. ഇതൊക്കെ 6 മണി വരെ ഉള്ളൂ. വൈകുന്നേരം 6 മണിയാകുമ്പോഴത്തേന് ഈ കയാക്കിങ്ങും കാര്യങ്ങളൊക്കെ ക്ലോസിംഗ് ആണ് കേട്ടോ. അതുകൊണ്ട് ഇതിലൊക്കെ കയറാൻ വിചാരിക്കുന്നവർ എത്രയും ഒരു 4 മണി 4:30 വരണം. കാരണം അത് കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും. ടിക്കറ്റ് എടുത്താൽ ചിലപ്പോൾ കിട്ടത്തില്ല. ഇതാണ് 8D കേട്ടോ. 8D അതൊന്നും പറയേണ്ടത് തന്നെയാണ്. അത് നിങ്ങൾ ഇവിടെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് കയറേണ്ടതാണ്. 2 ഷോ ആണ് ആ 8Dയിൽ വരുന്നത്. അതിൽ ഫസ്റ്റ് ഷോ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. നമ്മൾ ആ ഒരു ലോകത്തേക്കാണ്ട് ചെല്ലും. 3D ആണത്. നമ്മൾ ഫസ്റ്റ് ഷോ സൂപ്പർ ആയിരുന്നു. രണ്ടാമത്തെ ഷോ കൂടി ഉണ്ടായിരുന്നു. അത് നമുക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഫസ്റ്റ് ഷോ പറയേണ്ടത് തന്നെയായിരുന്നു. നമ്മൾ ആ ലോകത്തോട് നമ്മളൊന്ന് എത്ര വലിയവരാണെങ്കിലും ഒന്ന് പേടിച്ചു പോകും. കാരണം അത്രയും ഒന്ന് നിങ്ങൾ വന്നിട്ട് ഒന്ന് എൻജോയ് ചെയ്യേണ്ടത് തന്നെയാണ് കേട്ടോ. തീർച്ചയായിട്ടും വലിയവർക്കും പറ്റുന്നത് തന്നെയാണത്. അപ്പോൾ അത് കഴിഞ്ഞത് ഇതുപോലെ ഒത്തിരി റൈഡുകളുണ്ട്. ഇത് കണ്ടോ, ഇത് 100 രൂപയാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ എക്സ്ട്രാ പോയി എടുത്തതാണ്. 100 രൂപയാണ് ഇതിന് ചാർജ് വരുന്നത്. ഇതും ആ സമയത്ത് അതുകൊണ്ട് വലിയ തിരക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അവൻ ഒറ്റക്കാണ് ഇപ്പോൾ അതിൽ കയറിയിരിക്കുന്നത്. അവൻ ഒറ്റക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അത് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. 100 രൂപ ചാർജ് ആണ് കേട്ടോ. 5 മിനിറ്റിന് 100 രൂപയാണ് ഇതിന് ചാർജ് വരുന്നത്. അങ്ങനെ ഇതിൻ്റെ അകത്തുള്ള ഇതുപോലെ ഓരോ റൈഡിനും 50, 80, 100 രൂപയൊക്കെയാണ് വരുന്നത്. പിന്നെ നമ്മുടെ സ്കൈ സൈക്ലിംഗ് അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ 180 ആണ് കേട്ടോ ചാർജ് വരുന്നത്. ഇതിൻ്റെയൊക്കെ റേറ്റ് ഞാൻ അന്വേഷിച്ചില്ല, കാരണം നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ പിന്നീട് ഇതിനായിട്ടൊന്ന് വരാമെന്ന് വിചാരിച്ചു. ഈ പോകുന്ന സൈക്കിളിന് 180 ആണ് ചാർജ് വരുന്നത് കേട്ടോ. ഒരാൾക്ക് 180 ആണ് ചാർജ് വരുന്നത്. ബോട്ടിൻ്റെയും കയാക്കിങ്ങിൻ്റെയും റേറ്റ് ഞാൻ ചോദിച്ചിട്ടില്ല. അതിന് അടുത്ത പ്രാവശ്യം പോകുമ്പോൾ അതൊന്ന് ഉപയോഗിച്ചിട്ട് അതിന് ശേഷം വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ ഞങ്ങളിത് ഇതെല്ലാം കണ്ട് ആസ്വദിച്ച് ഞങ്ങളിത് ഇനി പോവാണ് കേട്ടോ. തിരിച്ച് പുറത്തോട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ഇവിടെ സെൽഫി പോയിന്റ് ഉണ്ട് കേട്ടോ. അതായത് ഇതുപോലെ സെൽഫി ഒക്കെ സുഖമായിട്ട് എടുക്കാം. നല്ല സ്പോട്ടാണ്. പിന്നെ ഞങ്ങളിത് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് ഞങ്ങൾ ആ ഗന്ധം വിട്ടെ. നല്ല തിരക്കായിരുന്നു. ഞങ്ങൾ കയറുമ്പോൾ 4-5 വണ്ടികളെ ഉണ്ടായിരുന്നുള്ളൂ. പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഇവിടെ ഫുള്ളായി, തൊട്ടപ്പുറത്ത് ഫുള്ളായി, വരുന്ന വഴി ഫുള്ളായി, റിപ്പോർട്ടർ ചാനലിന്റെ ഫ്രണ്ടൊക്കെ ഫുള്ളായിരുന്നേ. അപ്പോൾ നമ്മുടെ ഈ പാർക്കിന്റെ ലൊക്കേഷൻ ഞാൻ വീഡിയോക്ക് താഴെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും വരണം. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം. ബൈ ബൈ.